മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ബാലചന്ദ്രൻ വിളിച്ചത് പ്രകാരം അലീന റൂമിലേക്ക് എത്തുന്നുണ്ട്. സർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അരികിലേക്ക് വാ എന്ന് പറഞ്ഞ് അലീനയെ ഭയങ്കര വാത്സല്യത്തോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്. അരികിലെത്തിയ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ദേഷ്യപ്പെടുന്നതും ഷൗട്ട് ചെയ്യുന്നതൊക്കെ. എൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അതിന്റെ അടിത്തട്ടില് വളരെയധികം സങ്കടം കിടപ്പുണ്ടെന്നുള്ള കാര്യം നീ അറിയണം. വേറെ ആരുമില്ല അത് അറിയാൻ, വേറെ ആർക്കും അത് മനസ്സിലാവൂല. ഞാൻ നിന്റെ ജന്മരഹസ്യം അറിഞ്ഞപ്പോ നീ വല്ലാതെ പേടിച്ചു പോയല്ലേ, നിനക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അല്ലേ. ഇതിനൊക്കെ എന്ന മട്ടിൽ അലീന തലയാട്ടുന്നുണ്ടേ. ഇനി എന്തായാലും അതിന്റെ പേരിൽ നീ കരയരുത്. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നെ തന്നെ ഹരിച്ചും കുഴിച്ചൊക്കെ ഞാൻ നോക്കി. നിന്നോട് എനിക്ക് ദേഷ്യമുണ്ടോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇല്ല. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നീ വൈജയന്തിയുടെ മോളല്ല കേട്ടോ, എൻ്റെ മോളാണ്. വിഷമിക്കേണ്ട കാര്യമില്ല. നിന്നെ എന്നിൽ നിന്ന് പിരിച്ചു കളയാൻ വേണ്ടിയിട്ട് ആർക്കും കഴിയില്ല. ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. താൻ അത് സമ്മതിക്കില്ല. അതെല്ലാം താൻ നോക്കിക്കോളാം. എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കണം. തനിക്ക് അച്ഛനുണ്ടെന്നുള്ളൊരു ഓർമ്മ എപ്പോഴും വേണമെന്നൊക്കെയാണ് അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നത്. ഇതെല്ലാം കേട്ട് അലീനയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസമായതുപോലെയാണ് തോന്നുന്നത്. ചെല്ല് പൊക്കോ എന്ന് അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയാണ്. അലീന താഴേക്ക് ഇറങ്ങി പോകുന്നത് നോക്കിക്കൊണ്ട് ബാലചന്ദ്രൻ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് രാജീവൻ ബൈജയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അലീന അവിടെ ഇല്ലേന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അവളിവിടെ ഉണ്ട്. നീ അവളടുത്ത് സംസാരിച്ചില്ലേ? ഞാൻ ഇനി അവളുടെ അടുത്ത് എന്ത് സംസാരിക്കാനാണ്? അവള് എന്റെ മുമ്പിൽ വന്നിട്ട് ഒരു കള്ളക്കരച്ചിലുണ്ട്. നിനക്ക് കാരണം നോക്കിയിട്ട് വൈജയ ഒന്ന് പൊട്ടിച്ചൂടായിരുന്നോ അലീനയുടെ എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ ഇനിയിപ്പോ ഞാനായിട്ട് എന്തായാലും ഒന്നും ചെയ്യുന്നില്ല. രാജീവൻ അവളുടെ കാര്യം ഏറ്റെടുത്തതല്ലേ, നീ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ചോദിക്കുമ്പോ ഞാനൊരു കാര്യം ഏറ്റെടുത്ത അത് ഏറ്റെടുത്തത് തന്നെയാണ്. അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. അവൾ എന്താണ് അവിടുന്ന് പോവാത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിനക്ക് വൈജയ ചോദിച്ചൂടായിരുന്നോ? അവള് ബാലചന്ദ്രനെ പേടിച്ചിട്ടാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരാം. വന്നാൽ മാത്രം പോരാ, അവളെ ഇവിടുന്ന് അടിച്ചിറക്കണം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് വരണ്ട, ആരെങ്കിലും കൂട്ടിയിട്ട് വരാനും കൂടി രാജീവന്റെ അടുത്ത് വൈജയന്തി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് കമലയുടെ അടുത്ത് രാജീവൻ ഹരി വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വന്നിട്ടുണ്ട്, ഹരി ഹരി എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ കമല. അല്ല, എന്തിനാണ് അവനെ വിളിക്കുന്നതെന്ന് കമല രാജീവിന്റെ അടുത്ത് ചോദിക്കുമ്പോ അവനും കൂടി എന്റെ കൂടെ പോന്നോട്ടെ, അവൻ വരണോ? അതെന്താ കമല അടുത്ത് അങ്ങനെ ചോദിച്ചത്? അല്ല, ആ ബാലചന്ദ്രന് ഹരിയെ കണ്ണെടുത്ത കണ്ടുടാ. അതെന്താ കാര്യം? ബാലചന്ദ്രന്റെ സ്വഭാവം അങ്ങ് മാറിയല്ലോ. ഇപ്പോ കൊല്ലപ്പള്ളിക്കാരോടൊരു പുച്ഛം. അപ്പോഴേക്കും താഴേക്ക് ഹരി വരുന്നുണ്ട്. എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിച്ച്. എടാ, നമുക്ക് കടപ്പാട്ടൂർ വരെ ഒന്ന് പോണെന്ന് രാജീവൻ പറയാണേ. അങ്ങോട്ടേക്ക് ഞാൻ വരണോ എന്ന് ഹരി ചോദിക്കുന്നുണ്ട്. എടാ നീ വാടാ, ഞാനല്ലേ കൂടെയുള്ളത്. ശരി, ഞാൻ വരാം, കൊച്ചച്ഛനൊരു ബോഡി ഗാർഡായിട്ട് വരാം. ഹരിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതോട് തന്നെ കമല പറയുന്നുണ്ട്, അവിടെ ചെന്നിട്ട് അടിപിടിയൊന്നും ഉണ്ടാക്കണ്ട, അവളുടെ കയ്യെ പിടിച്ച് വലിച്ച് റോട്ടിലേക്ക് ഇട്ടിട്ട് ഗേറ്റ് അടച്ചാൽ മതി എന്ന് പറയാണേ. ഞാനത് ചെയ്തിട്ടേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബാലേന്ദ്രനെയാണ്. അയാള് തോക്കും തലേനടിയിൽ വെച്ചിങ്ങാണ്ട് കിടക്കുമല്ലേന്ന് കമലയുടെ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ള കാര്യം ആർക്കും അറിയുന്നത്? എങ്കിലും ഒന്ന് സൂക്ഷിക്കണം. അയാള് അറിയാതെ എല്ലാവരും കൂടി കൂടിയിട്ട് അവളെ പിടിച്ച് പുറത്താക്കിയാൽ മതി. അവൻ മുകളിലല്ലേ, ഒന്നും അറിയാൻ വേണ്ടി പോകുന്നില്ല. അപ്പോഴേക്കും ഹരി റെഡിയായിട്ട് വരുന്നുണ്ട്. കൊച്ചച്ചാ പോയേക്കാന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി പോവാണ് ഇറങ്ങാന്. ബാലചന്ദ്രന്റെ വീടിന്റെ മുന്നിലെത്തിയതിനു ശേഷം കൊച്ചച്ച അലീന പോകാൻ തയ്യാറല്ലെങ്കിൽ നമ്മളെ പിടിച്ചിറക്കുമല്ലോ എന്ന് ചോദിക്കുകയാണേ. അത് ചെയ്തിട്ടേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവളെ പിടിച്ച് പുറത്തേക്ക് ഞാന് എറിഞ്ഞോളാം എന്ന് പറയുന്നുണ്ടേ. ഇത് കേട്ട് നിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കുന്നുണ്ട് കൊച്ചച്ചൻ. അവളുടെ കൈ തിരിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് വലിച്ചഴിച്ച് പുറത്തേക്ക് എറിയണം അവളെ. അങ്ങനെ വലിച്ചഴിച്ചിട്ട് തലയെങ്ങാനും എവിടെയെങ്കിലൊക്കെ പോയി തട്ടിയാലുണ്ടല്ലോ അവളങ്ങ് ചത്തുപോകും. പിന്നെ വലിയ പ്രശ്നമെന്ന് പറയുമ്പോൾ അതൊന്നുമില്ല കൊച്ചച്ച, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പൂച്ച എലിയെ പിടിച്ച് വലിക്കുന്നത് പോലെ എനിക്ക് അവളെ ഇവിടുന്ന് പുറത്ത് വലിച്ചിടണം. ഹരിയുടെ ആ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ രാജീവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അല്ല എടാ, നീ അവളെ വളയ്ക്കാൻ വേണ്ടി നോക്കിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കൊല്ലപ്പള്ളി താമസിക്കുന്ന സമയത്ത് ഞാൻ ഹരി ഒന്ന് കൊളത്തിട്ട് നോക്കിയതാ എന്ന് പറയുമ്പോൾ കൊത്തെടുത്തില്ല അല്ലേ എന്ന് ചോദിക്കുകയാണേ. ഇല്ല എന്ന് ഒരു മടിയോട് കൂടിയിട്ട് പറയുന്നുണ്ടേ. അവന്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ തന്നെ രാജീവിന് ഏകദേശം കാര്യം മനസ്സിലായി. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ അറിയാൻ വേണ്ടി പാടില്ല. അവള് ഒച്ച വെക്കാൻ പാടില്ല. അവൾ ഒച്ച വെച്ചാലോ എന്ന് ഹരി ചോദിക്കുമ്പോൾ വായ പൊത്തണം. ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്ന് ഉള്ളിലേക്ക് അങ്ങ് കയറുവാണ്. ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ബബിതയും അതുപോലെ
കൃഷ്ണ അവിടെ ഇരിപ്പുണ്ട്. അവന്റെ അരികിലേക്ക് ചെന്നിട്ട് ഇത് ആരുടെ ബാഗ് എന്ന് ചോദിക്കുകയാണ്. അലീനയുടെയാണ്. അവള് ഇതുവരെ പോയില്ലേ, അവൾ ഇവിടുന്ന് പറഞ്ഞയക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴേ പറഞ്ഞയക്കേണ്ടതാണ്. കൃഷ്ണമോളുടെ അഭിപ്രായം എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവളെടുത്തും ചോദിക്കുന്നുണ്ട്. അവള് പൊക്കോട്ടെ, ഇവിടുത്തെ പ്രശ്നം തീർന്നാ മതി. അമ്മ എവിടെ? അമ്മ റൂമിൽ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. രാവിലെ അലീന പോകുന്നു പറഞ്ഞതല്ലേ, പക്ഷെ അവള് പോയില്ലല്ലോ. ശരി, എന്തായാലും നീ പോയി രോഹിത്തിനെ കൂട്ടിയിട്ട് വാ. പിന്നെ നിന്റെ അച്ഛനെ അറിയിക്കണ്ട. ശരിയെന്ന് പറഞ്ഞിട്ട് ബബിത കൂട്ടാൻ വേണ്ടി പോവുകയാണേ. ബബിത പോയി കഴിഞ്ഞതിന് ശേഷം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അങ്കിള് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. അവളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ബലപ്രയോഗം വേണ്ടി വരും. അതൊക്കെ കേട്ട് കൃഷ്ണമോൾക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. തുടർന്ന് വൈജി അങ്ങോട്ട് വരികയാണെ. രാജീവേട്ട എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒച്ച എടുക്കണ്ട, ബാലചന്ദ്രൻ മുകളിലല്ലേ ഉള്ളത്, അയാള് ഒന്നും അറിയണ്ട. അലീന എവിടെയെന്ന് ചോദിക്കുമ്പോ അമ്മയുടെ മുറിയിലെന്ന് പറയാണേ. പക്ഷെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഇല്ല, കിച്ചണിലുണ്ടെന്ന് തോന്നുന്നു. തോന്നിയാ പോരാ, അവളെ വിളിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. അപ്പോഴേക്കും രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് താഴേക്ക് ബബിതയും വരുന്നുണ്ട്. അവരെ കണ്ട ഉടനെ രാജീവൻ പറയുന്നുണ്ട്, നമ്മളിപ്പോ അലീനയെ പിടിച്ച് പുറത്താക്കാൻ പോവാണ്. അവള് ഒച്ച വെക്കാതെ അവളുടെ വായ പൊത്താൻ വേണ്ടിയിട്ട് ബബിതയുടെ അടുത്ത് പറയുന്നുണ്ട്. വൈജി പോയിട്ട് അടുക്കളയിൽ നിന്ന് അലീനയും കൂട്ടിക്കൊണ്ട് വരുവാണേ. അലീന വന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ നിപ്പുണ്ടല്ലോ. അത് കണ്ട് അലീന അവിടെ നിൽക്കുമ്പോ, എന്താടി നോക്കി നിൽക്കുന്നത്, രാജീവേട്ടന് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് വലിച്ചങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. നിന്നോട് ഇന്നലെ പോവാൻ വേണ്ടി പറഞ്ഞതാണ്, നിനക്ക് ഒരു ദിവസം സമയം ഞാൻ തന്നതാണ്, എന്നിട്ട് നീ പോയില്ല സാർ എന്ന് പറഞ്ഞിട്ട് അലീന തുടങ്ങുമ്പോഴേക്കും നീ സംസാരിക്കണ്ട, നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നത്, പ്രവർത്തിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞിട്ട് രാജീവൻ നേരെ ഹരിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ഹരിയോട് എന്ന് പറഞ്ഞിട്ട് തലയോട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ്, പിടിച്ച് പുറത്താക്കാൻ. അങ്ങനെ ഹരി പോയിട്ട് കയ്യിൽ പിടിക്കുകയാണ്. എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് കുതിർന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും വൈജയും പിടിച്ചു വെക്കുകയാണ്. തുടർന്ന് ബബിത അലീനയുടെ വായ പൊത്തുവാണ്. അത് കഴിഞ്ഞ് രോഹിത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, അവളുടെ ബാഗും കുടച്ചക്രം എല്ലാം എടുത്ത് വലിച്ചെറിയേ പുറത്തേക്ക്. കൃഷ്ണമോൾ ഒഴികെ ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അലീനയെ വലിച്ചുകൊണ്ട് പോകുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരാന്നൊക്കെ ബബിതയുടെ കൈ ഇങ്ങനെ മാറ്റിയും കൊണ്ടൊക്കെ അലീന പറയാൻ ശ്രമിക്കുന്നുണ്ട്. നീ അട്ടയെ പോലെ അരിച്ചു കയറി വന്നതല്ലേ, എന്നിട്ട് ഇപ്പൊ പാമ്പിനെ പോലെ ചീറ്റുന്നോണ്ടി എന്നൊക്കെ പറഞ്ഞ് വലിച്ചഴിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. എല്ലാവരും കൂടി ചേർന്നിട്ട് വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ട് അലീനയും അതുപോലെ തന്നെ അലീന ബാഗും ഒക്കെ എല്ലാം കൂടി റോട്ടിലേക്ക് അങ്ങോട്ട് ഇടുവാണ് കേട്ടോ. അതെല്ലാം അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൽ കണ്ടു നിന്ന് ഒരു ചേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്, ഒരു പെൺകൊച്ചിനോടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇത് പെൺകൊച്ചല്ല, പിശാചാണ്, വീട് നശിപ്പിക്കാൻ കഴിയുന്ന പിശാച്, എടുത്തോണ്ട് പോടി നിന്റെ പെട്ടിയും പ്രമാണമൊക്കെ, നാണം കെട്ടവളെ, ഇനി ഈ ഗേറ്റിന്റെ പടി കയറി പോരുത്. അതേസമയം ഇതൊന്നും നമ്മുടെ ബാലചന്ദ്രൻ അറിയുന്നില്ലല്ലോ. റൂമിൽ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ജനലിന്റെ അരികിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ആ കാഴ്ച ബാലചന്ദ്രൻ മുകളിൽ നിന്ന് കാണുന്നത്. അങ്ങനെ അലീന ബാഗ് എടുത്ത് പോകാൻ വേണ്ടി ബാഗ് എടുക്കുമ്പോഴേക്കും ഹരിയാണെങ്കിൽ ബാഗ് ഒരു ചവിട്ടി അങ്ങ് തെറിപ്പിക്കുവാണേ. അത് കണ്ട് അലീനയ്ക്ക് കാലിപ്പായിട്ട് കാരണം നോക്കിയിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എടീന്ന് വിളിച്ചിട്ട് അലീനയെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന ആൾക്കാര് എന്താണ് കാണിക്കുന്നത്, പോക്കൃതം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഹരി അങ്ങ് അടങ്ങുവാണേ. അപ്പോഴേക്കും ബാലചന്ദ്രനാണെന്നുണ്ടെങ്കിൽ രംഗം കാണാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അലീന ചെന്ന് ബാഗ് എടുക്കുമ്പോഴേക്കും അവിടെയുള്ള ചേച്ചിയാണെങ്കിൽ ബാഗ് എടുത്ത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് ബാഗെല്ലാം എടുത്ത് വൈജയന്റെ അരികിലേക്ക് ചെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്തതെന്നുണ്ട് നിങ്ങൾക്കറിയില്ല, വലിയ വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്, എന്നെ ഓർത്തിട്ടല്ല നിങ്ങളെ ഓർത്തിട്ട്. ഇത് കേട്ട വൈജയാണെങ്കിൽ കാര്യം അറിയാതെ നീ പോടി എന്ന് പറഞ്ഞിട്ട് അവളെ ആട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അലീന അവിടുന്ന് പോകുന്ന ആ രംഗം കണ്ടുടനെ തന്നെ ബാലചന്ദ്രൻ വേഗം റൂമിലേക്ക് പോവാണ് കേട്ടോ. അവള് പോകുന്ന പോക്ക് കണ്ടിട്ട് രാജീവൻ പറയുന്നുണ്ട്, അവള് പോയി, ഇനി എന്തായാലും അവള് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. അങ്ങനെ അവർ ഉള്ളിലേക്ക് കയറുമ്പോൾ രോഹി പറയുന്നുണ്ട്, എന്തായാലും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, അവള് തിരിച്ചു വന്നാലോ. അതുമാത്രമല്ല വീട്ടിലേക്ക് കയറുന്നത് സൂക്ഷിച്ചിട്ട് വേണം, ബാലേന്ദ്രൻ എങ്ങാനും കണ്ടാലോ. കൃഷ്ണമോളാണെങ്കിൽ ഇതിലൊന്നും പെടാതെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രാജീവൻ വൈജയോട് ചോദിക്കുന്നുണ്ട്, എന്തായാലും വൈജയ് ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? സന്തോഷായോന്നോ? ഇതിന് ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ആരും സന്തോഷിക്കൊന്നും വേണ്ട. ഇത് അച്ഛൻ അറിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാൻ വേണ്ടി പോവാന്നുള്ള കാര്യം അറിയില്ല എന്ന് ബബിത പറയാണേ. അയാൾ എന്ത് നടത്താനാണ്? വൈജയുടെ ദേഹത്ത് കൈവച്ച് കഴിഞ്ഞാൽ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് രാജീവൻ. ഞാൻ കൈ നിവർത്തി ഒന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലേ അയാള് പുറകിലേക്ക് മറയുന്നു. അച്ഛന്റെ കയ്യില് റിവോൾവർ ഉണ്ട്, അതൊക്കെ ചുമ്മാ പേടിപ്പിക്കാനാണ്. ഒരു വേലക്കാരി പെണ്ണിനെ ഇറക്കി വിട്ടതിന് സ്വന്തം ഭാര്യയും മക്കളെയും അദ്ദേഹം വെടിവെക്കോ? അയാള് നാറി പോകത്തില്ലേ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ? അത് മാത്രമാണോ? പിന്നെ അയാൾക്കൊരു ജീവിതമുണ്ടോ? എത്ര കൊല്ലം കിടക്കണം ജയിലില്, എന്തൊക്കെ അനുഭവിക്കണം? ഒടുക്കം കഴുമരത്തിൽ കയറേണ്ടി വരാം. ഹരിയേട്ടന്റെ ചെകിടം നോക്കിയിട്ട് അവളൊന്ന് പൊട്ടിച്ചില്ലേ, തടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് ബബിത പറയുമ്പോ ഞാൻ 2 പൊട്ടിക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോഴേക്കും നാട്ടുകാരെ എന്ന് ഹരി ഇങ്ങനെ അമർച്ചയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഓർക്കപ്പുറത്തല്ലായിരുന്നു അവളുടെ അടി, എന്ത് ചെയ്യാനാണ് വൈജ? അത് ഞാൻ വൈജാന്റിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്നുള്ള കാര്യം ഹരി പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണേ.
അത് കേട്ട് രാജീവനാണെങ്കിൽ അത് കൊള്ളാം, ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ മുറിയിൽ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ അച്ഛൻ ഇറങ്ങി വരുന്നത് എല്ലാവരും കാണുന്നുണ്ട്. കൃഷ്ണമോൾ അച്ഛൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചി എവിടെയെന്ന് ചോദിക്കുകയാണ്. അലീന ചേച്ചിയെ എല്ലാവരും കൂടി എന്ന് പറയുമ്പോഴേക്കും പിടിച്ച് പുറത്ത് തള്ളിയല്ലേ. അച്ഛൻ അത് ആ രാജീവങ്ങളും ഹരിയേട്ടനെന്നൊക്കെ കൃഷ്ണമോൾ ഇങ്ങനെ പേടിച്ച് പറയുന്നുണ്ട്. വിശദീകരണം ഒന്നും വേണ്ട, നീ ഇതെല്ലാം കണ്ടോണ്ട് നിന്നു അല്ലേ? ഞാൻ എന്ത് ചെയ്യാൻ അച്ഛാ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ നീ എന്നോട് വന്ന് പറയണമായിരുന്നു. അച്ഛാ ഞാനെന്നൊക്കെ കൃഷ്ണമോൾ പറയുമ്പോഴേക്കും മതി, എനിക്കെല്ലാം മനസ്സിലായി. അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? അച്ഛൻ പോലെ അച്ഛൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ കൈ പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് കയറണം, കൈ മാറ്റടേ എന്ന് പറഞ്ഞിട്ട് കൈ തട്ടിയിട്ട് ഉള്ളിലേക്ക് കയറുവാണേ. അച്ഛൻ പോവാതിരിക്കാൻ വേണ്ടി കൃഷ്ണമോൾ അച്ഛനെ ഞാൻ പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം ഇറങ്ങാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും കൃഷ്ണമോൾ കേൾക്കുന്നില്ല. പക്ഷേ കൃഷ്ണമോളെ കാറിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ബാലേന്ദ്രൻ അവിടുന്ന് വണ്ടി എടുത്ത് പോവാണ്. തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് രാജീവനെ ഇടിക്കുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് രാജീവൻ അങ്ങ് മാറി നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ബാലേന്ദ്രൻ അലീനയെ കൂട്ടാൻ വേണ്ടി പോയതാന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചെയ്തതെല്ലാം മണ്ടത്തരമായി പോയി എന്ന മട്ടില് വൈജ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.